ഫാക്ട് ടോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു ചാന്ദ്രദിന ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മുമ്പത്തെ 3 വീഡിയോസിൻ്റെ സെയിം കണ്ടന്റ് തന്നെയാണ്. അതായത് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ 15 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ 3 വീഡിയോസിലൂടെ 45 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് 15 ചോദ്യങ്ങൾ പഠിക്കാം. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്നാൽ അറിയാത്തവർക്ക് വേണ്ടി പറയാം. നമ്മുടെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് നൽകുന്ന ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യൻ. അപ്പോൾ വീഡിയോയുടെ അവസാനമാണ് ഈ ഒരു ചോദ്യം നൽകുന്നത്. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് നോക്കാം. വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം ഭൂമിയാണ്. അതായത് നമ്മുടെ ഭൂമി തന്നെയാണ് നീലഗ്രഹം അഥവാ ബ്ലൂ പ്ലാനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ആരൊക്കെയാണ് ശരി ഉത്തരം കമൻറ്റ് ചെയ്ത വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അനാബിയ, മൻഹൽ KP, ദിയ, നിഹാര K, അലോക് GR, നിയ നിജിത്ത്, മുഹമ്മദ് റസ യാസിദ്, ആലിയ മെഹറിൻ TM, നിരഞ്ജൻ S, ലിയ, അപർണ P, ആകാശ്, ആത്മിക, ആരവ് V, മീരജ M, സൻവിക AK, സന്മയ AK, ദിയ K, ഫൈസൻ എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ വാഹനം ഏതാണ്? ശരിയായ ഉത്തരം അറിയാവുന്നവർ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഉത്തരം കമൻറ്റ് ചെയ്യുക. ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ ആദ്യത്തെ വാഹനം ലൂണ 2 ആണ്. 1959 ലൂണ 2 ചന്ദ്രനിൽ ഇടിച്ചിറങ്ങുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ലൂണ 2. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ആരാണ്? ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ആര്? കൽപ്പന ചൗളയാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൽപ്പന ചൗള. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യനെ കൊണ്ടുപോയത് അമേരിക്കയുടെ നാസ ആയതുകൊണ്ട് തന്നെ ആ സമയത്തെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായി ഇറങ്ങിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ആയിരുന്നു. ഉത്തരം റിച്ചാർഡ് നിക്സൺ. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങളും പർവ്വതങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാണ്? ചന്ദ്രനിൽ ഗർത്തങ്ങളും പർവ്വതങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? മറ്റാരും തന്നെയല്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഗലീലിയോ ഗലീലിയാണ് ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങളും അതുപോലെ തന്നെ പർവ്വതങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഉത്തരം ഗലീലിയോ ഗലീലി. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം ഏതാണ്? ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം ഏത്? ബഹിരാകാശ നിലയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പേസ് സ്റ്റേഷൻ എന്നാണ്. ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ആദ്യത്തെ സ്പേസ് സ്റ്റേഷനാണ് ടിയാൻഗോങ് 1. ഉത്തരം ടിയാൻഗോങ് 1. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രയാൻ 2 റോവറിൻ്റെ പേരെന്താണ്? ചന്ദ്രയാൻ 2 റോവറിൻ്റെ പേരെന്ത്?
ചന്ദ്രയാൻ 2വിൻ്റെ റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ. ഉത്തരം പ്രഗ്യാൻ. വീഡിയോയിലെ 7ാമത്തെ ചോദ്യം, ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേരെന്താണ്? അതായത് ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേര്. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേര് ഗഗൻയാൻ എന്നാണ്. ഇതേപോലെ മറ്റൊരു ചോദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യത്തിൻ്റെ പേരെന്ത്? ഉത്തരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചന്ദ്രയാൻ ആണ് ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യത്തിൻ്റെ പേര്. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേരാണ് ഗഗൻയാൻ. അതേപോലെ ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിയുടെ പേരാണ് ചന്ദ്രയാൻ. 8ാമത്തെ ചോദ്യം ഇതാണ്. ആദ്യമായി ബഹിരാകാശ വിനോദസഞ്ചാരിയായ അനൗഷെ അൻസാരിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ആദ്യമായി ബഹിരാകാശ വിനോദസഞ്ചാരിയായ അനൗഷെ അൻസാരിയുടെ ജന്മസ്ഥലം ഇറാനാണ്. നിങ്ങളിവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്നല്ല. ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് അനൗഷെ അൻസാരി. അവരുടെ ജന്മസ്ഥലമാണ് ഇറാൻ. ഈ കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ്? ഇൻ്റർനാഷണൽ സ്പേസ് ഡേ എന്നാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏപ്രിൽ 12-ാം തീയതിയാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, മറക്കരുത്. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏപ്രിൽ 12. 10ാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ലോഹം എന്നാൽ മെറ്റൽ എന്നാണ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മെറ്റൽ ഏത്? ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ്. അതായത് ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റലാണ് ടൈറ്റാനിയം. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 11ാമത്തെ ചോദ്യം, ചന്ദ്രനിലെ മണ്ണ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്നത് റിഗോലിത്ത് എന്ന പേരിലാണ്. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേര് റിഗോലിത്ത്. 12ാമത്തെ ചോദ്യം, ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഗലീലിയോ ഗലീലി തന്നെയാണ്. അതായത് ചന്ദ്രനിൽ പർവ്വതങ്ങളും ഗർത്തങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. അദ്ദേഹം തന്നെയാണ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായി ബഹിരാകാശത്തെ നിരീക്ഷിക്കുന്നതും. 13ാമത്തെ ചോദ്യമാണ്, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? ഇത് നിങ്ങൾക്കെല്ലാവർക്കും അറിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള എളുപ്പമുള്ള ചോദ്യമാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത മറ്റാരുമല്ല, സുനിത വില്യംസ് ആണ്. ഉത്തരം സുനിത വില്യംസ്. 14ാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത്. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന് പേര് നിർദ്ദേശിച്ചത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാന്ദ്രയാൻ. ആ ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് AB വാജ്പേയി ആണ്. ശരിയായ ഉത്തരം AB വാജ്പേയി.
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയാം. നമ്മുടെ യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ PDF നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ്. ആ PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും പഠിക്കാനും സാധിക്കുന്നതാണ്. നിങ്ങൾ ഇതെല്ലാം എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ PDF ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രനിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന മൂലകം അഥവാ എലമെൻ്റ് ഏതാണ്? ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം അഥവാ എലമെൻ്റ് സിലിക്കൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽ അഥവാ ലോഹമാണ്. അതിൻ്റെ ഉത്തരം ടൈറ്റാനിയം ആണ്. ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം അഥവാ എലമെൻ്റ് സിലിക്കൺ ആണ്. ഇത് രണ്ടും മാറിപ്പോവരുത്, ഓർത്തു വയ്ക്കുക. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ്? ഇത് ഈ വീഡിയോയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉത്തരം ഓർമ്മയുള്ള എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങളെ വിജയികളായി സെലക്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ്? ഓർമ്മയുള്ളവരെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 4ാമത്തെ വീഡിയോ ആണിത്. ആ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതിനു മുമ്പ് ഉള്ള വീഡിയോസിൽ നമ്മൾ 15 ചോദ്യങ്ങൾ വീതം ടോട്ടൽ 45 ചോദ്യങ്ങൾ പഠിച്ചിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ 15 ചോദ്യങ്ങൾ കൂടി കൂട്ടിയാൽ 60 ചോദ്യങ്ങളായി. അപ്പോൾ 4 വീഡിയോസിലൂടെ നമ്മൾ 60 ചോദ്യങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഇതുവരെ പഠിച്ചില്ല എങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തീർക്കുക. അപ്പോൾ ചാന്ദ്രദിനമാകുമ്പോഴേക്കും നമ്മൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.